സിയ എന്ന ക്ലോത്തിംഗ് ബ്രാൻഡുമായി ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് അഹാന കൃഷ്ണ, ഇഷാനി കൃഷ്ണ, ഹൻസിക കൃഷ്ണ, സിന്ധു കൃഷ്ണ എന്നിവർ. ഒരു വർഷത്തെ തയ്യാറെടുപ്പിന് ശേഷം ഇൻഫ്ലുവൻസ് കുടുംബം ബിസിനസ് സംരംഭമായി മുന്നോട്ട് വന്നത്. ലിമിറ്റഡ് കളക്ഷൻസ് ആയിരിക്കും ഇവർ വെബ്സൈറ്റുള്ള വിപണിക്ക് എത്തിച്ചു. ആഗസ്റ്റ് 14 സാരി ബ്രാൻഡ് ലോഞ്ച് ആയത്. 2 ദിവസം തന്നെ പലരെയും അത്ഭുതപ്പെടുത്തിയ ബിസിനസ് നേട്ടമാണ് ഇവർക്കുണ്ടായത്. പല സാരികളും ഔട്ട് ഓഫ് സ്റ്റോക്കായി. പെട്ടെന്നാണ് സെയിൽ നടക്കുന്നത്. സാധാരണക്കാരെ പണികരിക്കാത്ത വിലയാണ് സാരികൾക്കെന്ന് വിമർശനം വന്നെങ്കിലും ഈ വിമർശനങ്ങൾ ബിസിനസിനെ ബാധിച്ചിട്ടില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മികച്ച കളക്ഷനുമാണ് സിലയ്ക്കുള്ളത്. സെയിലിനപ്പുറം സിയയ്ക്ക് പൊതുജനങ്ങൾക്ക് ലഭിച്ച റീച്ച് കൗതുകരമാണ്. 2 ദിവസത്തിനുള്ളിൽ സിയ എന്ന ബ്രാൻഡും ഇവരുടെ സാരികളും ജനങ്ങളുടെ ചർച്ചാ വിഷയമായി. സോഷ്യൽ മീഡിയയിൽ അഹാനയ്ക്കും കുടുംബത്തിനുമുള്ള ജനശ്രദ്ധയാണ് ഇതിന് കാരണം. വലിയ പ്രൊമോഷനോ ഹൈപ്പ് ബിസിനസ്സോ സംരംഭത്തിന് അഹാന കൊടുത്തുമില്ല. 2 ദിവസം മുമ്പ് സസ്പെൻഷൻ നിറച്ച ഒരു പോസ്റ്റും പിന്നീട് സിയ വെബ്സൈറ്റിലെ ലോഞ്ചിങ്ങും. വലിയ ബഹളമൊന്നും ഇല്ലാത്ത ഒരു ബ്രാൻഡ്. എന്നാൽ പെട്ടെന്നാണ് സിയയ്ക്ക് ജനശ്രദ്ധ ലഭിച്ചത്. പല സിനിമാ താരങ്ങളും ഒരു ബിസിനസ് സംരംഭം തുടങ്ങുമ്പോൾ വലിയ പ്രൊമോഷൻ നടത്താറുണ്ട്. തെന്നിന്ത്യൻ താരറാണി നയൻതാരയും ബിസിനസ് രംഗത്തേക്ക് വന്നപ്പോൾ വലിയ ഹൈപ്പ് നൽകി. പൊതുവെ മീഡിയയിൽ നിന്നും പരമാവധി മാറി നിൽക്കുന്ന ആളാണ് നയൻതാര. സിനിമയുടെ പ്രൊമോഷന് പോലും ഇക്കാരണത്താൽ വരാറില്ല. എന്നാൽ സ്വന്തം ബിസിനസ് തുടങ്ങിയപ്പോൾ പ്രൊമോഷൻ അവഗണിക്കാൻ നയൻതാരയ്ക്കുമായില്ല. വലിയ ലോഞ്ചിങ് ഇവന്റ് നടന്നു. നിരവധി മീഡിയകളുമായി സംസാരിച്ചു. ഇവന്റുകൾ അറ്റൻഡ് ചെയ്തു. സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ബിസിനസ് സംരംഭം തുടങ്ങുന്നതിന് കുറച്ചു മുമ്പുള്ള നാളാണ്. നയൻതാര ഏറെ നാൾ ഇതിനുവേണ്ടി മാറ്റിവെച്ചു. എന്നാൽ അഹാനയ്ക്ക് പെട്ടെന്ന് തന്നെ ബിസിനസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇൻഫ്ലുവൻസ് എന്ന സിനിമാ താരത്തെക്കാൾ സ്വാധീനം ജനങ്ങൾക്കുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ സോഷ്യൽ മീഡിയ എത്രമാത്രം ശക്തരായി ഉയർന്നു വന്നത്. അഹാനയും കുടുംബത്തിനും ലഭിക്കുന്ന റീച്ച് സോഷ്യൽ മീഡിയ ശക്തി എത്രമാത്രമാണെന്ന് തുറന്നു കാണിക്കുന്നു. അതേസമയം അഹാനയേക്കാൾ വലിയ ബിസിനസ്സാണ് നയൻതാരയുടേത്. നയൻതാര സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ വലിയൊരു പങ്ക് സ്വന്തം പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. സിനിമാ രംഗത്ത് വലിയ സ്ഥാനം നേടിക്കൊടുത്ത ശേഷമാണ് നയൻതാര ബിസിനസ്സിനും കൂടുതൽ ശ്രദ്ധ നൽകിയത്. സ്കിൻ കെയർ പ്രൊഡക്റ്റ്, സാനിറ്ററി നാപ്കിൻ തുടങ്ങിയ പ്രൊഡക്റ്റുകളാണ് നയൻതാര ശ്രദ്ധ കൊടുക്കുന്നത്. മിക്ക ബിസിനസ്സുകൾക്കും പാർട്ണർമാരുണ്ട്. പൊതുവേദിയിൽ നിന്ന് പൊതുവെ മാറി നിൽക്കുന്ന ആളാണ് നയൻതാര. എന്നാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇവന്റുകൾക്ക് നടി എത്താറുമുണ്ട്.